आतंक का हर संगठन जान चुका है कि हमारी बहनों बेटियों के माथे से सिंदूर हटाने का अंजाम क्या होता है। साथियों, ऑपरेशन सिंदूर ये सिर्फ नाम नहीं है, ये देश के कोटि कोटि लोगों की भावनाओं का प्रतिबिंब है। പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള സന്ദേശവും അമേരിക്കയുടെ പ്രതികരണങ്ങളിലുള്ള എതിർപ്പുമാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നന്ദി പറഞ്ഞ് ഈ വിജയം അമ്മമാർക്കും സഹോദരിമാർക്കും സമർപ്പിച്ചു തുടങ്ങി പാകിസ്ഥാനെ വാക്കുകൾ കൊണ്ട് വാളിന്റെ മൂർച്ചയുള്ള മറുപടി നൽകി. ഭീകരതയെ മണ്ണിൽ പൂഴ്ത്തും, നീക്കങ്ങൾ എപ്പോഴും നിരീക്ഷിക്കുകയാണ് എന്ന് അദ്ദേഹം ശക്തമായി പറഞ്ഞു. ആണവ വിലപേശൽ ഇന്ത്യയോട് വേണ്ടെന്നും മുന്നറിയിപ്പ് നൽകി. कोई भी न्यूक्लियर ब्लैकमेल भारत नहीं सहेगा। न्यूक्लियर ब्लैकमेल की आड़ में पनप रहे आतंकी ठिकानों पर भारत सटीक और निर्णायक प्रहार करेगा. രക്ഷപ്പെടാനുള്ള വഴികൾ തേടി പാകിസ്ഥാൻ ലോകം മുഴുവൻ ഓടി നടക്കുകയായിരുന്നു. ഗത്യന്തരമില്ലാതെയാണ് അവർ DGMOയെ സമീപിച്ചത്. പാകിസ്ഥാനിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇന്ത്യ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയൊരു പ്രകോപനമുണ്ടായാൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാകില്ല, യാതൊരു ദയയുമില്ലാതെ തിരിച്ചടിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഭീകരരെയും പാകിസ്ഥാൻ സർക്കാരെയും ഇനി വേർതിരിച്ച് കാണില്ല എന്നാണ് നമ്മുടെ നിലപാട്. പാകിസ്ഥാനുമായി കൂടുതൽ ചർച്ചയ്ക്കില്ല. ഭീകരത തുടച്ചു നീക്കുന്നതും പാക് അധീന കശ്മീർ തിരിച്ചു നൽകുന്നതും മാത്രം ചർച്ച ചെയ്യാമെന്ന് മോദി. अगर पाकिस्तान से बात होगी तो टेररिज्म पर ही होगी. अगर पाकिस्तान से बात होगी तो पाक ऑक्युपाइड कश्मीर POK उस पर ही होगी. വെള്ളവും ചോരയും ഒന്നിച്ചൊഴുകില്ല എന്ന് പറഞ്ഞ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയിൽ ഇളവില്ലെന്നും അദ്ദേഹം അറിയിച്ചു. टेरर और टॉक एक साथ नहीं हो सकते. टेरर और ट्रेड एक साथ नहीं चल सकते. और पानी और खून भी एक साथ नहीं बह सकता. വെടിനിർത്തൽ ധാരണയിലെ ട്രംപിന്റെ ഇടപെടലും നരേന്ദ്രമോദി പരോക്ഷമായി തള്ളി. സൈനിക നടപടി നിർത്തിയത് തൽക്കാലത്തേക്ക് മാത്രമാണെന്നും അമേരിക്കയ്ക്കും പാകിസ്ഥാനും മറുപടി നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.